ഓക്കെ, ആ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാവോ? 9x minus 9x minus 4x square 4x square 4x square minus 2 minus 2 equal to okay, അപ്പം 9x minus 4x square minus 2 equal to 0 ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാരും ആയോ? അശ്വതി, അൽബീറ്റ, പ്രണവ്, ഓക്കെ, മുംതാസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യന്റെ അകത്ത് തന്നെ നമുക്ക് എ ബി സി എഴുതാം. എ എത്രയാ? -4 b equal to 9 c equal to -2. ഇത് ഒരിക്കലും തെറ്റിപ്പോകരുത് കേട്ടോ. ഇത് തെറ്റിയാൽ ആൻസർ മൊത്തം തെറ്റും. ശ്രദ്ധിച്ചു നോക്കണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ അതാണ് എ, എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ അതാണ് ബി, കോൺസ്റ്റന്റ് ഏതാണോ അതാണ് സി. മറന്നു പോകരുത്, തെറ്റിക്കരുത്. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ്, ഇക്വേഷൻ എപ്പോഴും എഴുതാനും മറക്കരുത്, അതിന് മാർക്കുണ്ട്. മൈനസ് ബി പ്ലസ് ഓ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. ക്രിസ്റ്റീന വന്നില്ല. ക്രിസ്റ്റീന ഉണ്ടോ? minus b plus or minus root of b square minus 4ac whole divided by 2a. അപ്പോൾ നമുക്ക് -9 plus or minus root of 9 square minus 4 into -4 into -2 divided by 2 into -4. അപ്പോൾ മേളിൽ എഴുതാം ബാക്കി. equal to 9 plus or minus root of 81 minus 4 into -4 into -2. അപ്പൊ എത്ര വരും? -16 into 2. 16 into 2 32 minus 32. 81 minus 32 divided by -8 എന്ന് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഈ 4ac വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ 4ac ഇവിടെ വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം സൈൻ തെറ്റി പോവാതിരിക്കും. -4 into -2 ചെയ്യുമ്പോൾ 8 കിട്ടും. 8 into 4 ചെയ്യുമ്പോൾ 32 കിട്ടും. അപ്പൊ അത് -32. 81 minus 32 എത്രയാ? 44. 9 plus or minus root of 44 divided by -8. 44 ന് സ്ക്വയർ റൂട്ട് 49 ആണ്. 49 ആണോ? 49 ആണ്. ഓക്കെ, 49. 49. ഓക്കെ, 49ന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 7. അപ്പൊ എങ്ങനെ വരും? അപ്പൊ നമുക്ക് എത്ര കിട്ടും? equal to 9 plus or minus 7 divided by -8 എന്ന് കിട്ടും. അപ്പൊ ഒരു ആൻസർ 9 plus 7 by -8 ആയിരിക്കും. അടുത്തത് 9 minus 7 by -8 ആയിരിക്കും. അത് എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കാവോ? 9 plus 7 എന്ന് പറയുമ്പോൾ 16 അല്ലേ? 16 by -8 അത് -1/2. ഇവിടെ 9 minus 7 എന്ന് പറയുമ്പം 2 by -8. That is equal to -1/4. രണ്ട് സൊല്യൂഷൻ ആണ് എക്സിന് കിട്ടുന്നത്. -1/2 -1/4. -b എന്ന് പറഞ്ഞപ്പം -9 അല്ലേ വരണ്ടേ? അതോ വെറും 9 ആണോ? ബിയുടെ അവിടെ മൈനസ് ഇട്ടില്ലേ? ഓക്കെ, ബിയുടെ അവിടെ മൈനസ് ഇടണം. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരും കേട്ടോ. ഒരു മിനിറ്റ്. ബിയുടെ അവിടെ മൈനസ് ഇടണം. ഞാനത് മൈനസ് ആണെന്ന് വിചാരിച്ചിട്ട് പോയതാ. ഓക്കെ, കൊള്ളാം. ഇവിടെ മൈനസ് ഇടണം. അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പം -9 plus 7 -9 - 7 വരും.
എല്ലാം -9 plus 7 എത്രയാ? -2 -2 by -8 അല്ലേ? ഇത് വന്ന് -2 by -8 that is equal to 1/4. ഇവിടെ -9 7 16 by -8 that is equal to 2. 2ഉം 1/4 വരും അല്ലേ? അപ്പൊ x equal to 2ഉം x equal to 1/4 വരും. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ മിസ്റ്റേക്സ് വരും കേട്ടോ. എക്സാമിന് എഴുതുമ്പോ എല്ലാം ഒരു പ്രാവശ്യം റീചെക്ക് ചെയ്യണം, കറക്റ്റ് ആൻസർ ആണോ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. ഇത് കഴിഞ്ഞോ? മായ്ച്ചോട്ടെ, എല്ലാരും കഴിഞ്ഞോ? ഓക്കെ, ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാവോ? ലാസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ, നാലാമത്തെ. -7 plus 4x plus 4x plus 3x square plus 3x square equal to 0. equal to 0. ഇതിനകത്ത് a എത്രയാ? 3. b എത്രയാ? 4. 4. c equal to -7. ഓക്കെ, ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. x equal to -b plus or minus root of b square minus 4ac the whole divided by 2a is equal to -4 plus or minus root of 4 square minus 4 into 3 into -7 the whole divided by 2 into 3. That is equal to -4 plus or minus root of 16. 7 into 3 21. 21 into 4 84. 16 plus 84. പ്ലസ് ഒന്ന് എങ്ങനെയാന്ന് മനസ്സിലായോ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസ് കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആവും. (16 plus 84 the whole divided by 6). 16 plus 84 എത്രയാ? 100. എത്രയാ? 100 divided by 6. നമുക്ക് -4 plus or minus 10 divided by 6 എന്ന് കിട്ടും. അപ്പൊ രണ്ട് ആൻസർ വരാം. -4 plus 100 plus 10 divided by 6ഉം -4 minus 10 divided by 6ഉം. -4 plus 10 എന്ന് പറയുമ്പോൾ 6/6 equal to 1. ഇവിടെ ആകുമ്പോൾ -14/6. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു -7/3 എന്ന് എഴുതാം. അപ്പൊ എക്സിന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? x equal to 1ഉം x equal to -7/3. ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന് സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പറഞ്ഞോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാവോ? -4s plus 2 ക്വസ്റ്റ്യൻ ആദ്യം പറയാവോ? ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ആദ്യം പറയാവോ? ഈ ക്വസ്റ്റ്യൻ അല്ലല്ലോ, ഈ ക്വസ്റ്റ്യൻ ആണോ? അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞോ. -4x plus 2x square plus 6
plus 6 equal to 0. ഇതില് a equal to 2, b equal to -4, c equal to 6. Okay, അപ്പൊ x equal to സൊല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒരു റൂട്ട് കിട്ടുന്നില്ല. റൂട്ട് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അത് ചെയ്യണ്ട. റൂട്ട് കിട്ടുന്നില്ല ചെയ്യണ്ട. ഇതിപ്പോ എനിക്ക് തോന്നുന്ന നമ്പേഴ്സ് വെച്ച് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ ഇട്ടതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നിങ്ങളുടെ എക്സാമിന് ഒരിക്കലും അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ABC തിരിച്ചു മറിച്ചു ഇട്ട് തന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇട്ട് തന്നേ ഉള്ളൂ. റൂട്ട് കിട്ടുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കോ. അല്ലെങ്കിൽ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാലൊക്കെ അവിടെ വെച്ച് നിർത്തിക്കോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വരത്തില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ആയിട്ട് ABC മാറ്റി തന്നു കഴിഞ്ഞാൽ തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ഒരു പ്രാക്ടീസിന് ഇങ്ങനെ തന്നിരിക്കുന്നതാണ്. കേട്ടോ? ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുവാണെങ്കിൽ ഓക്കെ, കിട്ടിയില്ലെങ്കിൽ ആ റൂട്ടിന്റെ അവിടെ വെച്ച് സ്റ്റക്ക് ആവുകയാണെങ്കിൽ അവിടെ നിർത്തിക്കോ, കുഴപ്പമില്ല. ABC എടുക്കുന്നത് തെറ്റിപ്പോവരുത്, അത്രേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നത്. ഓക്കെ. അപ്പോ ഇനി ഹോംവർക്ക് പ്രാക്ടീസ് പ്രോബ്ലത്തിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിലൊരു 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം ചെയ്യണം. അതിൽ ആദ്യത്തേത് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. 5x² minus 30x equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. 5x² minus 30x equal to 0. ഇതില് a എത്രയാ? 5. b of 30. minus 30. -30. c of 30. c ഉണ്ടോ? ഇല്ല. അപ്പൊ c 0. ഓക്കെ. ഇത് വെച്ചൊന്ന് ചെയ്തേ. x equal to -b plus or minus root of അത് വെച്ച് ചെയ്തേ. x equal to -b plus or minus root of b square minus 4ac whole divided by 2a. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? minus of -30 plus or minus root of -30 square minus 4 into 5 into 0 4 into 5 into 0 whole divided by 2 into 5. ഇങ്ങനെ കിട്ടിയോ? ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയേ. അപ്പൊ ഞാൻ മേളിൽ ചെയ്യാം, കളർ മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 30 plus or minus root of 30 square 3 3s are 9, അപ്പൊ 900 minus 4 into 5 into 0 എന്ന് പറഞ്ഞ എത്രയാ? 0. ഉറപ്പല്ലേ? 4 into 5 into 0 0. കാരണം 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായാലും മൊത്തം 0 ആയി പോവും. ഓക്കെ. അപ്പൊ ഈ ടേം 0 ആവും. ഹോൾ ഡിവൈഡഡ് ബൈ 10. അപ്പൊ നമുക്ക് 30 plus or minus square root of 900 എന്ന് പറഞ്ഞാൽ 30 ആണ്. ഡിവൈഡഡ് ബൈ 10. അപ്പൊ ഒരു ആൻസർ 30 plus 30 by 10 ഉം ഒരു ആൻസർ 30 minus 30 by 10 ഉം ആണ്. ഒരെണ്ണം 0യും ഒരെണ്ണം 60 by 10 6ഉം. ഒരെണ്ണം 0യും ഒരെണ്ണം 6ഉം ആണ് കിട്ടുന്നത്. ഒരെണ്ണം 0യും ഒരെണ്ണം 6ഉം. മനസ്സിലായോ? ഒരെണ്ണം 0യും ഒരെണ്ണം 6ഉം വന്നത് മനസ്സിലായോ? ഇനി ഇതേ ക്വസ്റ്റ്യന് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം.
ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് 5x² മൈനസ് 30x ഈക്വൽ ടു 0 ആണല്ലോ. ഓക്കെ, ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂൾ ഉപയോഗിക്കാതെ ഇതിൽ സി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ -30നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. -30നെ 0യുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ഈക്വൽ ടു സൈന്റെ അപ്പുറത്തേക്ക് മാറ്റുമ്പോ ഈ -30 അങ്ങോട്ട് പോകുമ്പോ +30 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 5x² ഈക്വൽ ടു 0 + 30x എന്ന് എഴുതാം. 5x² ഈക്വൽ ടു 30x എന്ന് വരും. രണ്ട് സൈഡിലും x ഉണ്ടല്ലേ, രണ്ട് സൈഡിലും x ഉണ്ട്. ഇവിടെ 5 ആണെങ്കിൽ 5 × x × x ആണ് 5x² ഈക്വൽ ടു 30 × x. രണ്ട് സൈഡിലും x വന്നാൽ നമുക്ക് ഓരോ x വെച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പൊ 5x ഈക്വൽ ടു 30 എന്ന് വരും. x ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 6. എക്സിന്റെ ഒരു ആൻസർ 6 ആണ്, മറ്റേത് അപ്പോ 0 ആയിരിക്കും. അപ്പോ കോൺസ്റ്റന്റ് ഇല്ലാതെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയാൽ അതിന്റെ ഒരു സൊല്യൂഷൻ 0 ആയിരിക്കും, മറ്റേത് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. പക്ഷെ ഇത് അഡ്വൈസബിൾ അല്ല, ഇത് ആക്ച്വലി എളുപ്പപ്പണി ചെയ്യുന്നതാണ്. ശരിക്കും ആ ഇക്വേഷൻ എഴുതുന്നതിന് -p ± √b² - 4ac all divided by 2a എന്നുള്ള ഇക്വേഷൻ എഴുതുന്നതിന് ഒരു മാർക്ക് ഉണ്ട്. ആ മാർക്ക് കിട്ടണമെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. അപ്പൊ എക്സാമിന് നിങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതേസമയം നിങ്ങൾ എന്തെങ്കിലും മത്സര പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഈ എളുപ്പവഴി ഉപയോഗിച്ച് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ചെയ്തോട്ടെ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രാക്ടീസ് പ്രോബ്ലത്തിന്റെ അകത്ത് ഹോംവർക്ക് ആയിട്ടുള്ളത്. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ബുക്ക് ഇല്ലെങ്കിൽ പ്രണവ് എഴുതിയെടുത്തോ. ഒരു ക്വസ്റ്റ്യൻ 3x² - 4x - 15 ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ 4x² + 5x - 26 ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ -x² + 4x + 32 ഈക്വൽ ടു 0. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ a എത്രയാ? -1. ഓക്കെ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം എല്ലാരും കേട്ടോ. നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ ചിലപ്പോൾ ഇതൊക്കെ ചെയ്ത് കാണുമായിരിക്കും, എന്നാലും നിങ്ങളുടെ ട്യൂഷൻ ബുക്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. ഓക്കെ, ആൻസേഴ്സും കൂടെ തന്നേക്കാം. ഇതിന്റെ ആൻസർ എക്സിന് x ഈക്വൽ ടു 3ഉം x ഈക്വൽ ടു 3 + 2 -1 2/3 എന്നാണ് കിട്ടുന്നത്. -1 2/3. ഇതിപ്പോ -3 + 2 -1/3 എന്ന് കിട്ടും. -3 + 2 -5/3. -5/3ഉം 3ഉം ആണ് കിട്ടാൻ പോകുന്ന ആൻസർ. അതിന്റെ ഡെസിമൽ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ. നോർമൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ x ഈക്വൽ ടു 3ഉം x ഈക്വൽ ടു -5/3ഉം കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ x ഈക്വൽ ടു 2ഉം പിന്നെ 4 3s are 12 + 1 13 -13/4ഉം കിട്ടും. -13/4. ഓക്കെ, പിന്നെ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ x ഈക്വൽ ടു -4ഉം 8ഉം. x ഈക്വൽ ടു -4ഉം 8ഉം. x ഈക്വൽ ടു -4ഉം 8ഉം. എഴുതിയെടുത്തോ? അപ്പൊ എല്ലാരും ഈ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ചെയ്യുക. അടുത്തതിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇക്വേഷൻസിന്റെ പാർട്ട് ഫുൾ കഴിഞ്ഞു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കമ്പോണൻസ് ഓഫ്
മാത്തമാറ്റിക്കൽ മോഡൽ ആയിരുന്നു. അതിൽ ഇക്വേഷൻസ് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമുക്ക് നോക്കാനുള്ളത് ഐഡന്റിറ്റീസ് ആണ്. ഐഡന്റിറ്റീസ് ചെറിയൊരു സെഷൻ ആണ്. നിങ്ങൾക്ക് അത് ആക്ച്വലി പഠിക്കാനില്ല, പക്ഷെ ചില കണക്കൊക്കെ ചെയ്യുന്ന നേരത്തെ ഈ ഐഡന്റിറ്റി ഒക്കെ അറിയാതിരിക്കണം. അപ്പൊ അതിനു വേണ്ടി പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഐഡന്റിറ്റീസ് ആണ്. PPT ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ, എഴുതി വെച്ചോട്ടോ ഐഡന്റിറ്റീസ്. ഇക്വേഷന്റെ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഐഡന്റിറ്റീസ് ആണ്. 6 ഐഡന്റിറ്റി ആണ് മെയിൻ ആയിട്ടുള്ളത്. 6 എഴുതിയെടുക്കുക നോട്ട്ബുക്കിലേക്ക്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും. നമ്മൾ ഇതില് എക്കും ബിക്കും എന്ത് വാല്യൂസ് ഇട്ട് കൊടുത്താലും, എക്കും ബിക്കും സിക്കും എന്ത് വാല്യൂസ് ഇട്ട് കൊടുത്താലും ഈ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ 2 + 3 + 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ശരിക്കും ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് x + 5 + z ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ 3x + 2y + 4z ഹോൾ സ്ക്വയർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അല്ലെങ്കിൽ 3y + 2x ഹോൾ സ്ക്വയർ, അങ്ങനത്തെ ഐഡന്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതിന്റെ പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ 6 ഐഡന്റിറ്റി ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഐഡന്റിറ്റി കാണാവോ എല്ലാവർക്കും? 6 ഐഡന്റിറ്റി ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ. a + b ഹോൾ സ്ക്വയർ = എന്നിട്ട് ഇതുപോലെ ബൈ ഹാർട്ട് ചെയ്യാൻ വേണം. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും, ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്താൽ മതി. ഒന്ന് പൊടി തട്ടി എടുക്കുക. a + b ഹോൾ സ്ക്വയർ = a² + 2ab + b². a - b ഹോൾ സ്ക്വയർ = a² - 2ab + b². a² - b² = a + b × a - b. പിന്നെ a + b + c the whole square = a² + b² + c² + 2ab + 2bc + 2ac. പിന്നെ a + b + c whole cube = a³ + b³ + 3a² b + 3ab². a - b whole cube = a³ - b³ - 3a² b + 3ab². ഐഡന്റിറ്റീസ് ഒന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് കഴിയുമ്പോൾ എന്നോട് പറയണേ. ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞാലും എപ്പോഴും ആവശ്യം വരുന്നതാണ്, അതുകൊണ്ട് പഠിച്ചിരിക്കണം. എൽബിക എഴുതി കഴിഞ്ഞു. നൽക കഴിഞ്ഞോ? ക്രിസ്റ്റീന കഴിഞ്ഞോ? മുംതാസ്, അശ്വതി, ക്രിസ്റ്റീന കഴിഞ്ഞു. മുംതാസ് കഴിഞ്ഞോ? ഞാൻ കഴിഞ്ഞില്ല. നൽക കഴിഞ്ഞില്ല? ഇല്ല, കഴിഞ്ഞില്ല. ചെയ്തോ എഴുതിക്കോ. മുംതാസ്, അശ്വതി. ഓക്കെ, മുംതാസ് കഴിഞ്ഞോ? ഓക്കെ, കുഴപ്പമില്ല. എഴുതി കഴിഞ്ഞവർ ഇതിരുന്ന് പഠിച്ചോ, വേഗം പഠിച്ചോ. എഴുതി കഴിഞ്ഞവര് പഠിക്കാൻ ശ്രമിക്കുക, അല്ലാത്തവര് എഴുതുക.
ഓക്കെ, എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? അൽക്ക എഴുതി കഴിഞ്ഞോ? മുംതാസ്? ഓക്കെ ഓക്കെ, അൽക്ക വേഗം എഴുതിക്കോട്ടോ. എഴുതി കഴിഞ്ഞു. ഇനി ആരും എഴുതി കഴിയാനില്ലല്ലോ അല്ലെ? എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? എല്ലാരും എഴുതി കഴിഞ്ഞോ? മിസ് ഞാൻ പറയുന്നത് മിസ്സിന് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട് മുംതാസ്, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ മിസ്. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇനി ഐഡന്റിറ്റീസിന്റെ കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി ഉപയോഗിച്ച് തന്നെ ചെയ്യാം. ത്രീ എക്സ് പ്ലസ് 2y ഹോൾ സ്ക്വയർ. 3x plus 2y ഹോൾ സ്ക്വയർ. ഇതിൽ a എന്ന് പറയുന്നത് 3x ആണ്, b എന്ന് പറയുന്നത് 2y ആണ്. a plus b ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. a plus b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. a എന്ന് പറയുന്നത് എത്ര വരും? 3x ദി ഹോൾ സ്ക്വയർ വരും, പ്ലസ് 2 ഇൻറ്റു 3x ഇൻറ്റു b എന്ന് പറഞ്ഞാൽ 2y ആണ്, പ്ലസ് b സ്ക്വയർ എന്ന് പറയുമ്പം 2y ദി ഹോൾ സ്ക്വയർ. 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയർ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ്. അപ്പൊ 3 സ്ക്വയറും കാണണം, എക്സ് സ്ക്വയറും കാണണം. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്, 9x സ്ക്വയർ പ്ലസ് 3 into 2 6, 6 into 2 12, 12xy, 12xy plus 2y square, 2y whole square എന്ന് പറയുമ്പം 4y square ആണ്. ഇതാണ് ആൻസർ. 9x square plus 12xy plus 4y square. ഇങ്ങനെയാണ് 3x plus 2y the whole squareന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. കിട്ടിയോ? നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ ഓഫ് ആണോ? വീഡിയോ ഓൺ ആക്കി വെക്കോ. എനിക്ക് ആക്ച്വലി നിങ്ങളെ കാണുന്നില്ലല്ലോ. കട്ടായി പോകും, കുഴപ്പമില്ല. അൽബിറ്റ ഓഫ് ചെയ്ത് വെച്ചോ. അല്ലാത്തവര്, കുഴപ്പമില്ലാത്തവര് വീഡിയോ ഓൺ ആക്കി വെക്കൂ. ഓക്കെ ക്രിസ്റ്റീന. ഓക്കെ, ഇനി നമുക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ മൈനസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻ വീതം ഇട്ട് തന്നിട്ട് പോവാം. ഇപ്പൊ അത് 8 മിനിറ്റിൽ കട്ടാവും. അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ചെയ്ത് കഴിയാൻ നിൽക്കണ്ട, അടുത്ത ലിങ്ക് കിട്ടുമ്പോഴേ ജോയിൻ ചെയ്തു. അല്ലെങ്കിൽ കുറച്ച് പേര് ജോയിൻ ചെയ്ത് കുറച്ച് പേര് ജോയിൻ ചെയ്യാതെ ആയിരിക്കും. നിങ്ങളുടെ സിലബസിലൊന്നും ഇല്ല ഇത് ആക്ച്വലി, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ. 3 ഐഡന്റിറ്റി മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. a പ്ലസ് ബി ഹോൾ സ്ക്വയറും a മൈനസ് ബി ഹോൾ സ്ക്വയറും പിന്നെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബിയും. ഇത് 3 എണ്ണം ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് 3 എണ്ണം നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് ഓപ്ഷനിലാണ്, പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി, അല്ലാത്തവർ നിർബന്ധം ഇല്ല. ഇത് 3ഉം മെയിൻ ആയിട്ടും പഠിക്കണം. അപ്പോ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ 3x മൈനസ് 2y ദി ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3, x പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3, ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കിയേ.
3x minus 2y the whole square a minus b whole square ഫോമിലാണ് കിടക്കുന്നത്. അതിനൊരു ആൻസർ കണ്ടുപിടിക്കുക. അപ്പോ എപ്പോഴും ഐഡന്റിറ്റി എഴുതി വേണം ചെയ്യാൻ. 3x കാണാൻ പറ്റുന്നില്ലേ പ്രണവിന് സ്ക്രീൻ? 3x minus 2y whole square പിന്നെ x plus 3 into x minus 3. ഒന്ന് ചെയ്ത് നോക്കിയേ. ചെയ്തോ? ഇങ്ങനെയാണോ ആൻസർ കിട്ടിയത്? Yes, miss. 9x square minus 12xy plus 4y square. ഇനി ഇത് ചെയ്തോ. x plus 3 into x minus 3. ഇത് a plus b into a minus b ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ a square minus b square ആണ്. a എന്ന് പറയുന്നത് x ആണ്, b എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ആൻസർ a square minus b square എന്ന് പറയുമ്പോൾ x square minus 3 square which is equal to x square minus 9. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. x square minus 9. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? Yes, miss. Yes, miss. ഓക്കെ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഫൈൻഡ് 99 സ്ക്വയർ. 99 സ്ക്വയർ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ സാധാരണ എന്ത് ചെയ്യും? കാൽക്കുലേറ്റർ എടുത്തിട്ട് 99 into 99 ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരു എൻട്രൻസ് എക്സാമിന് പോയിരിക്കാന്ന് വിചാരിക്കുക, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? സൈഡിൽ 99 into 99 ചെയ്ത് നോക്കോ? ചെയ്ത് നോക്കോ പ്രണവേ? ചെയ്ത് നോക്കോ? സമയമില്ല, 1 മിനിറ്റേ ഉള്ളൂ ഒരു ക്വസ്റ്റിന്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഇതിനെ 100 minus 1 whole square എന്ന് എഴുതണം. ഓക്കെ. ഇപ്പൊ ഇത് a minus b whole square ഫോമിലായില്ലേ? ഇപ്പൊ a equal to 100 b equal to 1 ആക്കിയാൽ a minus b whole square ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. a minus b whole square equal to a square minus 2ab plus b square. അപ്പൊ നമുക്ക് 100 square minus 2 into 100 into 1 plus 1 square that is equal to 1 2 3 4 minus 200 plus 1 that is equal to ഇതിന്ന് 200 കുറയ്ക്കുക, 1 ആഡ് ചെയ്യുക. ഇതിന്ന് 200 കുറച്ച് എത്ര കിട്ടും?
880. 9800. അപ്പൊ 9800 plus 1 which is equal to 9801. പെട്ടെന്ന് ആൻസർ കിട്ടി കണ്ടോ? സൈഡിൽ ഇരുന്ന 99 into 99 into ചെയ്ത് ഇത്രയും വേഗം കിട്ടുമോ? കിട്ടുമോ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ എൻട്രൻസിനൊക്കെ പോയിരിക്കുമ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടാ നമുക്കത് ഏതെങ്കിലും ഐഡന്റിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കണം. അപ്പൊ നിങ്ങളോട് 105ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 100 plus 5 whole square എന്ന് പറഞ്ഞ് ചെയ്യണം. 100 plus 5 whole square എന്ന് പറഞ്ഞ് ചെയ്യണം. ഇനി നിങ്ങളോട് 999ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1000 minus 1 whole square എന്ന് പറഞ്ഞ് ചെയ്യണം. ഓക്കെ ഓക്കെ. ഇനി നിങ്ങളോട് 99 into 101 ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്യണം? 99 into 101 ചെയ്യാൻ പറഞ്ഞ ഇതിനെ 100 minus 1 into 100 plus 1 എന്ന് എഴുതണം. 100 minus 1 into 100 plus 1. ഇതപ്പോ a minus b into a plus b ആയില്ലേ? a plus b into a minus b എന്ന് പറഞ്ഞാൽ എത്രയാ? a square minus b square ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 100 square minus 1 square ആണ്. അതായത് 1 2 3 4 minus 1. അപ്പൊ 9999 ന് തുല്യമാണ് ഇതിന്റെ ആൻസർ. ഇതിന് ഇൻറ്റു ചെയ്താൽ ഒത്തിരി സമയം എടുക്കും ആൻസർ കിട്ടാൻ. അപ്പൊ ഇതുപോലത്തെ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് ചെയ്യുക. അതിനാണ് ഐഡന്റിറ്റി പഠിപ്പിച്ചത് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും എൻട്രൻസിനോ അല്ല ഇനിയിപ്പോ പി ജിക്കുള്ള എൻട്രൻസിനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഇത് കട്ടാവും. ഞാനൊന്ന് അടുത്ത ലിങ്ക് അയച്ചു തരാം. എന്നിട്ട് നമുക്ക് എക്സ്പോണൻസിന്റെ ബേസിക്കും കൂടെ പഠിച്ചിട്ട് നിർത്താം. മടുത്തോ? എക്സ്പോണൻസിന്റെ റൂൾസ് മാത്രം പഠിക്കാം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. പെട്ടെന്ന് ജോയിൻ ചെയ്യണം കേട്ടോ എല്ലാരും.